നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നീറ്റ് 2024 മാർക്കിനനുസരിച്ച് കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് കേരള മെഡിക്കൽ എൻട്രൻസ് കമ്മീഷണർ പബ്ലിഷ് ചെയ്തിരുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ള 11 കോഴ്സുകളിലേക്കാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റിനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, അതുപോലെ MBBS, BDS, B.Pharm, ആർക്കിടെക്ചർ എന്നീ മേഖലകളിലൊക്കെ അഡ്മിഷൻ എടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് മാറി അഡ്മിഷൻ എടുക്കുവാനും, ഇതുവരെ അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത വ്യക്തികൾക്ക് ഈ മേഖലയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കുമൊക്കെ പുതിയതായി രജിസ്റ്റർ ചെയ്യാം. 9-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് രജിസ്ട്രേഷന് അനുവദിച്ചിരിക്കുന്ന സമയം. 5000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ടു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. അലൈഡ് കോഴ്സസ് 2024 ഫെസിലിറ്റി മെയ്ഡ് അവൈലബിൾ ഫോർ ദ ഫസ്റ്റ് റൗണ്ട്. സെപ്റ്റംബർ 9-ാം തീയതി 3 മണി വരെയാണ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം. 10-ാം തീയതി പ്രൊവിഷണൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഒരു PDF രീതിയിൽ കാറ്റഗറിക്ക് അനുസരിച്ച് ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് പ്രത്യേകിച്ച് ക്ലെയിമുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 11-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ പങ്കെടുക്കുന്ന കോഴ്സുകൾ MBBS, BDS ഇല്ല. MBBS, BDS ഓപ്ഷൻ കൊടുക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയ വ്യക്തികൾക്കും MBBS, BDS അലോട്ട്മെൻറ്റ് കിട്ടാത്ത വ്യക്തികൾക്കും MBBS, BDS തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കണമെങ്കിൽ ഈ ഘട്ടത്തിൽ പ്രവേശിക്കേണ്ടതായിട്ടില്ല. അവർ 10-ാം തീയതിക്ക് ശേഷം വരുന്ന MBBS, BDS 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ മതിയാകും. ഈ അലോട്ട്മെൻറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് മാത്രമുള്ളതാണ്. ഈ പറയുന്ന 11 പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പ്രവേശനം നേടണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം ഈ റൗണ്ടിൽ പ്രവേശിച്ച് അവരവർക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രിഫറൻസ് ഓർഡറിൽ നൽകിയാൽ മതിയാകും. ഈ ഘട്ടത്തിൽ പങ്കെടുക്കുന്ന കോഴ്സുകൾ ആയുർവേദം BAMS, സിദ്ധ BSMS, ഹോമിയോ BHMS, യുനാനി BUMS, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി, അതുപോലെ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ് എന്നീ 11 പ്രോഗ്രാമുകളിലേക്കാണ് കുട്ടികൾക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 9-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. 10-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 11-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഏത് കോളേജുകളിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ കോളേജുകളിൽ നേരിട്ട് ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് ആ കോളേജിൽ നേരിട്ട് ചെന്ന് അഡ്മിഷൻ എടുക്കണം. ആദ്യം എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കാനുള്ള തുക അടയ്ക്കണം. ബാക്കി തുകയും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് 18-ാം തീയതിക്കുള്ളിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് ആയുർവേദ കോളേജുകളിൽ 13,230 ആയിരിക്കും ആനുവൽ ഫീ. ഹോമിയോയ്ക്ക് 1,260. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാവുന്ന പ്രോഗ്രാമാണ് ഹോമിയോ. 1,260 രൂപ മാത്രമേ ഹോമിയോയ്ക്ക് വാർഷിക ഫീസായിട്ട് ഈടാക്കുന്നുള്ളൂ. അഗ്രികൾച്ചറിന് 15,750, ഫോറസ്ട്രി 15,750, വെറ്റിനറി 22,869, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 15,750, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് 15,750, ബയോടെക്നോളജി 31,500, ഫോറസ്ട്രി 17,700 എന്നിവയാണ് ഗവൺമെൻറ് മേഖലയിലെ ആനുവൽ ഫീ. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയുർവേദത്തിൻ്റെ ഈ വർഷത്തെ ഫീസ് ഘടന നിലവിൽ വന്നിട്ടില്ല. 2023 സ്പെഷ്യൽ ഫീസ് അടക്കം 2,82,821 ആണ് ഈടാക്കിയിരുന്നത്. 1,99,000 ട്യൂഷൻ ഫീ ഇനത്തിലും 83,000 സ്പെഷ്യൽ ഫീ ഇനത്തിലും. അങ്ങനെ ടോട്ടൽ ആയുർവേദത്തിൻ്റെ 10 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ആനുവൽ ഫീ ആയിട്ട് 2,82,821 ആണ് അടയ്ക്കേണ്ടത്. BSMSന് 2,72,000, BUMSന് 2,82,000 ആനുവൽ ഫീ ആയി വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾ 5,000 റുപ്പീസും, SC ST രജിസ്റ്റേർഡ് ഫിഷർമാൻ OEC കാറ്റഗറിയിൽപ്പെട്ടവർ 500 റുപ്പീസുമാണ് രജിസ്ട്രേഷൻ ഫീസായി അടയ്ക്കേണ്ടത്. BHMSന് ഈ ഘട്ടത്തിൽ 5 കോളേജുകളിലോട്ടാണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെൻറ് ഹോമിയോപ്പതിക് കോളേജ് കോഴിക്കോട്, അതുപോലെ തന്നെ തിരുവനന്തപുരം,
എറണാകുളം, കോട്ടയം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ സയൻസ്, അങ്ങനെ മൊത്തം 5 ഗവൺമെൻറ് മേഖലയുള്ള കോളേജുകൾ മാത്രമാണ് ഹോമിയോയ്ക്കുള്ളത്. ഹോമിയോയുടെ BHMSൻ്റെ മേഖലയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ ഇല്ല. എന്നാൽ ആയുർവേദത്തിന് ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും കോളേജുകളിലേക്ക് കുട്ടികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. ഫീസ് സ്ട്രക്ചറിലുള്ള വ്യതിയാനം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഗവൺമെൻറ് മേഖലയിൽ പരിയാരം, കണ്ണൂർ, തൃപ്പൂണിത്തുറ, എറണാകുളം, തിരുവനന്തപുരം, കോട്ടയ്ക്കൽ, അതുപോലെ തന്നെ ഒല്ലൂർ, തിരുവനന്തപുരം എന്നിവ ഗവൺമെൻറ് മേഖലയിലും 10ഓളം കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുമാണ് ആയുർവേദത്തിന്. അഹില്യ, അഷ്ടാംഗം, KMCT, മന്നം, നങ്ങേലി, പങ്കജകസ്തൂരി, PNM, അതുപോലെ തന്നെ PN പണിക്കർ, അതുപോലെ MVR ആയുർവേദ കോളേജ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കോളേജ്, വിഷ്ണു ആയുർവേദ കോളേജ്, ശാന്തിഗിരി ആയുർവേദ കോളേജ്, അങ്ങനെ മൊത്തം 12 സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള ആയുർവേദ കോളേജുകളിലേക്ക് 2,82,000 രൂപ ഫീസ് ഗണത്തിൽ കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ സാധിക്കും. സിദ്ധയ്ക്ക് ഒരു കോളേജാണുള്ളത്. ശാന്തിഗിരിയിലാണ് സിദ്ധ കോളേജ് ഉള്ളത്. അതുപോലെ തന്നെ യുനാനിക്ക് മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് പുതുപ്പാടിയിലാണുള്ളത്. രണ്ടിലും ഓരോ കോളേജുകൾ മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചറിന് 4 കോളേജുകളാണുള്ളത്. ഈ 4 കോളേജുകളുടെയും 85% സീറ്റുകൾ നീറ്റ് 2024 മാർക്കിനനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ബാക്കിയുള്ള 15% CUET 2024 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ICARൻ്റെ കൗൺസിലിംഗ് വഴിയാണ് 15% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. 85% സീറ്റുകളാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് 4 അഗ്രികൾച്ചർ കോളേജുകളിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, അതുപോലെ തന്നെ വെള്ളാനിക്കര തൃശ്ശൂർ, അതുപോലെ തന്നെ പടന്നക്കാട് കാസർഗോഡ്, അതുപോലെ അമ്പലവയൽ വയനാട് 4 അഗ്രികൾച്ചർ കോളേജുകൾ. ഫോറസ്ട്രി വെള്ളാനിക്കര തൃശ്ശൂർ ഒരു കോളേജ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വെള്ളാനിക്കര തൃശ്ശൂർ തന്നെയാണല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസും അവിടെ തന്നെയാണ്. BTech ബയോടെക്നോളജിയും ആ കോളേജിൽ തന്നെയാണ്. വെറ്റിനറി 2 കോളേജുകളാണ് കേരളത്തിലുള്ളത്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി മണ്ണൂത്തി തൃശ്ശൂരും അതുപോലെ തന്നെ പൂക്കോട് വയനാടുമാണ്. വെറ്റിനറിക്കായിട്ട് 2 കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഫിഷറീസിനും 2 കോളേജുകളാണുള്ളത്. ഒന്ന് എറണാകുളത്തും മറ്റൊന്ന് പയ്യന്നൂർ ക്യാമ്പസിലും. ഈ 2 കോളേജുകളിലോട്ടും കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കും. അങ്ങനെ 11 കോളേജുകളിലെ ഗവൺമെൻറ് മേഖലയുടെയും ആയുർവേദത്തിൻ്റെയും സിദ്ധ, യുനാനി എന്നിവയുടെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുമാണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നീറ്റ് 2024 സാധ്യതകൾക്കനുസരിച്ച് കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ പ്രത്യേകിച്ചും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ മേഖലകളിൽ ധാരാളം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ പ്രവേശനത്തിനായിട്ട് കാത്തിരിക്കുന്നത്. അവർക്കും ഇതാ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഇതിൽ ഏത് പ്രോഗ്രാമിനാണോ ഏറ്റവും കൂടുതൽ താല്പര്യം അത് ആദ്യവും, ഇനി നീറ്റ് 2024 മാർക്കിനനുസരിച്ച് മിനിമം ഈ വർഷം ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കോഴ്സുകൾ താഴത്തോട്ട് മാക്സിമം കോഴ്സുകൾ വെക്കാനായിട്ട് നിങ്ങൾക്കറിയാം. ഈ 9-ാം തീയതി 3 മണി വരെ ഒരു അവസരം മാത്രമേ കിട്ടുകയുള്ളൂ. ഈ 11 പ്രോഗ്രാമുകളിൽ ഈ വർഷം നിങ്ങൾക്ക് കേരളത്തിൽ ചേരാനുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ള അവസാന അവസരമാണ്. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേക്കൻസി വന്നാൽ മാത്രമേ നിങ്ങളെ ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഓപ്ഷൻ കൊടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ തന്നെ ഇനിയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ചാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വെറ്റിനറിയാണ് ആഗ്രഹമെന്ന് വിചാരിക്കട്ടെ. ഇപ്രാവശ്യം വെറ്റിനറി മാത്രം കൊടുക്കുകയും 2ാം ഘട്ടത്തിൽ നമുക്ക് അഗ്രികൾച്ചർ, ആയുർവേദമൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. വെറ്റിനറിക്ക് ശേഷം നിങ്ങൾക്ക് അഗ്രികൾച്ചറാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ പ്രിഫറൻസ് ഓർഡറിൽ അഗ്രികൾച്ചർ അതിൻ്റെ താഴെ ചേർക്കണം. അതല്ല അഗ്രികൾച്ചറിനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അഗ്രികൾച്ചർ ആദ്യം വെക്കുക. പിന്നെ അതിനുശേഷം വെറ്റിനറിയാണ് താല്പര്യമെങ്കിൽ 2ാമതായിട്ട് വെറ്റിനറിയുടെ കോളേജുകൾ വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ആയുർവേദമോ ഹോമിയോയോ ഏതൊക്കെ കോഴ്സുകളാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ കോഴ്സുകളുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക. ഈ 11 പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം ആദ്യം ഇരിക്കേണ്ടത്. പക്ഷേ ഈ വർഷം ഈ മെഡിക്കലിൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ വേണമെന്നുള്ളവർ മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. ഇനി ഒരു അവസരം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പം നീറ്റ് 2024 എല്ലാ സാധ്യതകളും ഇവിടെ നിർണ്ണയിക്കപ്പെടുകയാണ്. നമുക്കറിയാം ഇനി ഏതാണ്ട് വളരെ ചുരുക്കം ചില അലോട്ട്മെൻറ്റുകൾ മാത്രമേ നടക്കാനുള്ളൂ. അതുകൊണ്ട് ഈ വർഷത്തെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും
ഇപ്പം ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ നടക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ വെബ്സൈറ്റുകളും നോക്കി നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.